നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി അപ്ഡേഷനുകളില്ലായിരുന്നു. എന്തായാലും ഇന്ന് ചില വാർത്തകളുമായി നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ വാർത്തകളിലേക്ക് കടക്കാം. സൗദി വിന്റർ 2025 പരിപാടികൾക്ക് തുടക്കമായി. റിയാദിൽ സ്വകാര്യ മേഖലയിലെ 20ലധികം പങ്കാളികൾ പങ്കെടുത്ത ചടങ്ങിൽ ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖദീബ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ശൈത്യകാലം സജീവമാണ് എന്ന തലക്കെട്ടിലുള്ള ഇത്തവണത്തെ വിന്റർ പരിപാടിയുടെ പ്രധാന സവിശേഷതകളുടെ സമഗ്രമായ അവലോകനം ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. റിയാദ് സീസൺ, ദ റിയ സീസൺ, അലുല സീസൺ, ഖോബാർ സീസൺ തുടങ്ങിയ സൗദിയിലെ വിവിധ ശൈത്യകാല ലക്ഷ്യസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സീസണുകളും പ്രവർത്തനങ്ങളും വെളിപ്പെടുത്തുന്ന പരിപാടികളുടെ ഷെഡ്യൂൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ നിന്നുള്ള സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും അനുഭവത്തിൽ ഒരു പ്രധാന സ്തംഭമായി മാറുന്ന ടൂറിസം ഉൽപ്പന്നങ്ങൾ, ആകർഷണങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയും എടുത്തുകാണിച്ചു. സൗദി വിന്റർ പ്രോഗ്രാം 2026 ആദ്യ പാദത്തിന്റെ അവസാനം വരെ തുടരും. റിയാദ്, ദറിയ, ജിദ്ദ, അലുല, ചെങ്കടൽ, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ നിരവധി പ്രധാന സ്ഥലങ്ങളിലായി 1200ലധികം ടൂറിസം ഉൽപ്പന്നങ്ങളും 600ലധികം പ്രത്യേക ഓഫറുകളും ആരംഭിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങൾ പരിപാടികളിൽ ഉൾപ്പെടും. സൗദിയുടെ പ്രകൃതി, കാലാവസ്ഥ, സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഖസീം, ഹായിൽ, മദീന എന്നിവയുൾപ്പെടെയുള്ള മറ്റ് സവിശേഷ സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടും. കച്ചേരികൾ, സാംസ്കാരിക നാടക പ്രകടനങ്ങൾ, കവിതാ സായാഹ്നങ്ങൾ, ഖോബാർ സീസണിലെ കുടുംബ ബീച്ച് പ്രവർത്തനങ്ങൾ, നബ്ദ് അൽ ഉല ഫെസ്റ്റിവൽ, ലോക റാലി ചാമ്പ്യൻഷിപ്പ്, ജിദ്ദയിലെ പവർബോട്ട് റേസുകൾ എന്നീ പരിപാടികൾ വിന്റർ സീസണിൽ ഉണ്ടാകും. മറ്റ് വിശിഷ്ട പരിപാടികൾക്കൊപ്പം റിയാദ് സീസൺ ഇവന്റുകളിൽ മിസ്റ്റർ ബീസ്റ്റുമായും WWE റോയൽ റംബിൾ ഇവന്റുമായും സഹകരിച്ച് പ്രത്യേക ആക്ടിവേഷൻ പരിപാടിയും ഉണ്ടായിരിക്കും. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കുതിപ്പുമായി ഷാർജ എന്ന വാർത്ത വരുന്നു. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ $150 കോടി വിദേശ നിക്ഷേപവും 74 പുതിയ പദ്ധതികളുമാണ് ഷാർജയിൽ എത്തിയത്. ഈ കാലയളവിൽ 2578 തൊഴിലവസരവും സൃഷ്ടിച്ചു. UAEയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ അതിവേഗം വളരുന്ന എമിറേറ്റായി ഷാർജ മാറിയിരിക്കുകയാണ്. 2024 $32.5 കോടി വിദേശ നിക്ഷേപത്തിൽ നിന്ന് 6 മാസത്തിനകം 361% വർദ്ധിച്ച്, അതായത് 361% വർദ്ധിച്ച് $150 കോടി ഉയരുകയായിരുന്നു. തൊഴിലവസരം സൃഷ്ടിക്കുന്നതിൽ മുൻ വർഷത്തേക്കാൾ 45% വർധനവുണ്ടായി. 2024 1779 പേർക്കാണ് ജോലി ലഭിച്ചത് എങ്കിൽ ഇത്തവണ 2578 പേർക്ക് തൊഴിൽ ലഭ്യമാക്കി. ക്ഷേമവും സന്തുലിത വികസനവും പൈതൃകവും കേന്ദ്രീകരിച്ചുള്ള കാഴ്ചപ്പാടാണ് എമിറേറ്റിന്റെ മികച്ച വളർച്ച പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് എന്ന് ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അധ്യക്ഷ ഷെയ്ഖ് ബുദൂർ ബിന്നത്ത് സുൽത്താൻ അൽ ഖാസിമി പറഞ്ഞു. നിക്ഷേപകരുടെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ സ്ഥിരത, അടിസ്ഥാന സൗകര്യം, സുതാര്യ നിയമങ്ങൾ എന്നിവയുടെ പങ്ക് സുപ്രധാനമാണെന്ന് ഇൻവെസ്റ്റർ ഇൻ ഷാർജ CEO മുഹമ്മദ് ജുമാ അൽ ബുഷാറഖ് പറഞ്ഞു. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ പാനീയങ്ങൾ, ബിസിനസ് സേവനങ്ങൾ, വ്യാവസായിക ഉപകരണങ്ങൾ എന്നീ മേഖലകളാണ് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിച്ചത്. ആഗോള നിക്ഷേപക കേന്ദ്രമെന്ന നിലയിൽ ഷാർജയുടെ സ്വീകാര്യത കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് വളർച്ചയെന്നും പറയുന്നു. വളരുന്തോറും സാധാരണക്കാർ കൂടി പ്രയോജനമാണെങ്കിൽ അതാണ് അത്രയ്ക്കും നല്ലത്. ഒപ്പം 2365 തൊഴിലവസരം, അത് വലിയ ചില്ലറക്കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കുവൈറ്റിൽ കുഞ്ഞിന്റെ ജനനം 2 മാസത്തിനകം രജിസ്റ്റർ ചെയ്യാത്ത രക്ഷിതാക്കൾക്ക് പിഴ ചുമത്തുന്നത് പരിഗണനയിൽ. അമീർ ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന് ഈ ആഴ്ച സമർപ്പിക്കാനിരിക്കുന്ന ബാലാവകാശ നിയമ ഭേദഗതിയിലാണ് ശുപാർശയിലുള്ളത്. നിയമം ലംഘിക്കുന്ന രക്ഷിതാക്കൾക്ക് 2000 മുതൽ 3000 ദിനാർ വരെയാകും പിഴ ചുമത്തുക. 60 ദിവസത്തിനു ശേഷവും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ദിവസം 1-ന് 100 ദിനാറും വൈകിയതിന് പിഴ 5 ദിനാർ വീതവും ഈടാക്കാൻ നിർദ്ദേശമുണ്ട്. പിഴ പൂർണ്ണമായി അടച്ച് രജിസ്റ്റർ ചെയ്യുന്നവരുടെ കേസ് റദ്ദാക്കും. സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫ്സിയിലൂടെ 4 വർഷത്തിലധികം 1.34 ലക്ഷം പേർ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചതായി മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ഇതിൽ പകുതിയിലേറെയും 75,600 പേർ വനിതകളാണ് എന്നാണ് പറയുന്നത്. നിലവിൽ 1.52 ലക്ഷം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു. ഇമറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്സ് കൗൺസിൽ പ്രോഗ്രാം നാഫിസ് അനുസരിച്ച് 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശീവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം.
കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ, അതായത് ജൂൺ മുതൽ ഡിസംബർ മാസങ്ങളിൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട്. ഇതനുസരിച്ച് ഡിസംബർ 31 ഈ വർഷത്തെ 2% പൂർത്തിയാക്കണം. നിയമം ലംഘിക്കുന്ന കമ്പനിക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതം, വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. പിഴ സംഖ്യ 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ച് അടയ്ക്കാനും സൗകര്യമുണ്ട്. കൂടാതെ ഈ വിഭാഗം കമ്പനികളെ കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷത്തിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന സമയപരിധിയും ഡിസംബർ 31 അവസാനിക്കും. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലേക്കാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കിയത്. സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയ കമ്പനികളെ തൗദീൻ പാർട്ട്നേഴ്സ് ക്ലബിൽ ഉൾപ്പെടുത്തും. സർക്കാർ സേവന ഫീസിൽ 80% ഇളവ് ലഭിക്കുന്നതിന് പുറമെ ഇതര സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും ലഭിക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 609000000 എന്ന നമ്പറിലോ MOHRE സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കേണ്ടതാണ്. അതായത് പറഞ്ഞു വരുന്നത് പ്രവാസികൾക്ക് അത്ര സുഖകരമായ കാര്യം അല്ല എന്ന് സാരം. കൊടും ചൂടിൽ പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി UAE പ്രഖ്യാപിച്ച 3 മാസത്തെ ഉച്ചവിശ്രമം അവസാനിച്ചു. ഇതോടെ ഇന്നു മുതൽ ജോലി സമയം രാവിലെ 8 മുതൽ 5 വരെയാക്കി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിശ്രമ സമയം 99% കമ്പനികളും പാലിച്ചതായി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കും വിധം തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായിരുന്നു ആനുകൂല്യം. ഇടവേളകളിൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച പ്രത്യേക സൗകര്യം ഒരുക്കണമെന്നും ഉപ്പും നാരങ്ങയും ചേർത്ത കുടിവെള്ളം നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കർശന നിയന്ത്രണം ഉറപ്പുവരുത്താനായി മന്ത്രാലയ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനയും നടത്തിയിരുന്നു. തുടർച്ചയായ 21ാം വർഷമാണ് UAE ഉച്ചവിശ്രമം നടപ്പിലാക്കുന്നത്. തൊഴിലാളികൾക്ക് ലഘുഭക്ഷണം, വെള്ളം, സൗജന്യ വൈദ്യപരിശോധന എന്നിവ നൽകിയിരുന്നു. നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്ക് ആളൊന്നിന് 5,000 ദിർഹം എന്ന തോതിൽ പരമാവധി 50,000 ദിർഹം വരെ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ക്യാമ്പയിന്റെ ഭാഗമായി UAE-യിലുടനീളം ബൈക്ക് ഡെലിവറി ഡ്രൈവർമാർക്കായി 10,000 ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങളും നൽകിയിരുന്നു. കുവൈത്തിലെ ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തി. പ്രവാസികളുടെ എണ്ണത്തിലാണ് 1.56% കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ കുവൈത്തി പൗരന്മാരുടെ എണ്ണത്തിൽ 1.35% വർധനവ് രേഖപ്പെടുത്തി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം കുവൈത്തി പൗരന്മാരുടെ എണ്ണം ഈ വർഷം ആരംഭത്തിൽ 1.32% വർദ്ധിച്ച് 15,66,268 ആയി. ഇതോടെ ആകെ ജനസംഖ്യയിൽ കുവൈത്തികളുടെ എണ്ണം 31.5% നിന്ന് 32.5% ഉയർന്നു. പ്രവാസികളുടെ എണ്ണം 1.56% കുറഞ്ഞ് 33,15,086 ആയി. പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ സ്ത്രീകളുടെ എണ്ണത്തിൽ സ്ഥിരത പുലർത്തി. തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും നയപരമായ തീരുമാനങ്ങളുമാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണം. അതിനിടെ യുവജനങ്ങളുടെ വർധനവും സർക്കാർ പിന്തുണയുള്ള നയങ്ങളും കുവൈത്തി ജനസംഖ്യയിലെ ഉയർച്ചയ്ക്ക് കാരണമായി എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ മേഖലകളിലെ ദേശീയ ആസൂത്രണത്തിൽ ഈ മാറ്റങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. എന്തുകൊണ്ടാണല്ലേ ഇങ്ങനെ സ്വദേശികളുടെ എണ്ണം കൂടുന്നു നല്ലതാണ്, പക്ഷെ പ്രവാസികളുടെ എണ്ണം കുറയുന്നത്? കാരണം ജോലി സാധ്യത കുറയുന്നു, കൂടുതൽ സ്വദേശിവൽക്കരണം നടക്കുന്നു. അതോടുകൂടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ജോലി അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. അതിന്റെ ഇതാണ് കാണിക്കുന്നത് തൊഴിൽ ജനസംഖ്യയിൽ ഇപ്പോൾ പ്രവാസികളുടെ എണ്ണം കുറയുന്നത്. കുറച്ചു കാലം മുമ്പ് വരെയും പ്രവാസികളുടെ എണ്ണമായിരുന്നു കൂടുതൽ. കാരണം സ്വദേശിവൽക്കരണം ഉണ്ടായിരുന്നില്ല, കമ്പനികളിൽ മുഴുവനും തന്നെ പ്രവാസികളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു പരിധി വരെ ഇപ്പോൾ സൗദി ആയിരുന്നാലും കുവൈറ്റ് ആയിരുന്നാലും ഇപ്പോൾ നിൽക്കുന്ന ആ പ്രൗഢി തീർച്ചയായിട്ടും പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ്. അപ്പോൾ ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ പ്രവാസികളെ തള്ളിക്കളയുകയാണോ എന്നൊരു സംശയമുണ്ട്. സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളതും അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എവിടെയും ഇപ്പോൾ വിദ്യാഭ്യാസം എല്ലാം ഉയരുന്നു. അന്ന് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലൊന്നുമുള്ള അത്ര തന്നെ വിദ്യാഭ്യാസ സൗകര്യം ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലില്ല. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും എല്ലാവരും ഇന്ത്യയിലുള്ളവരാണ്. അവരാണ് അങ്ങോട്ട് പോയിരുന്നത്. ഇപ്പോൾ ആ രാജ്യത്തും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, അവിടെ വിദ്യാഭ്യാസം വന്നിട്ടുണ്ട്, ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്, സ്വദേശികൾക്ക് കൂടുതൽ സംവരണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഒരു സ്വദേശിവൽക്കരണം വരുമ്പോൾ നാട്ടിലേക്ക് സ്വന്തമായി ഈ പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ കുറയുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിലും നല്ലതാണ്. ഇവിടെയുള്ള മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ രാജ്യത്ത് തന്നെ
തൊഴിൽ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതേ തൊഴിൽ ഇവിടെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ആക്കാൻ പറ്റും. ഒപ്പം മികച്ച വരുമാനം ഉണ്ടാവും. എല്ലാവരെയും നമുക്ക് പോസിറ്റീവുമായി മാത്രം നമുക്ക് കാണാൻ നോക്കാം. തീർച്ചയായിട്ടും. എന്തായാലും സ്വദേശിവൽക്കരണങ്ങളുടെ അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തീർച്ചയായും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. നമസ്കാരം.